നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാനിറങ്ങുകയാണ്. എതിരാളികൾ വലൻസിയയാണ്. ഇന്ന് രാത്രി 1 മണിക്കെന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി കഴിഞ്ഞ് അടുത്ത ദിവസത്തിലേക്ക് കടന്ന് 1 മണിക്കാണ് ഈ മത്സരം നടക്കുന്നത്. വലൻസിയയുടെ മൈതാനത്താണ് കളി നടക്കുന്നത്. അപ്പോൾ ബാഴ്സലോണയുടെ ടീമിൽ ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ രജിസ്റ്റർ ചെയ്തു, ആ കൺഫ്യൂഷനാണ് പലപ്പോഴും. ആരാധകർക്ക് ഇതിങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അവരത് ഓക്കെയാണ്. അപ്പോൾ ആരൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെ പുറത്തിരിക്കും, ആരൊക്കെ ആദ്യ 11-ൽ, നമ്മളതൊന്ന് സാധ്യതകളൊന്ന് പരിശോധിക്കുകയാണ്. നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് ഇപ്പം ഇനീഗോ മാർട്ടീനസ്, ഡാനി ഒൽമോ, പാവു വിക്ടർ, പാബ്ലോ ടോറെ, അലക്സ് മെല്ലെ ഇവരെ ഒന്നും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പം ഈ താരങ്ങൾ ഇന്നത്തെ കളിക്ക് അവൈലബിൾ അല്ല എന്നർത്ഥം. അറൗഹോ, ഡിയോങ്, ഗാവി, അൻസു അവർ ഇഞ്ചുറി കാരണം പുറത്താണ്. പെഡ്രി ഒരു പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കളിക്കളത്തിലേക്ക് വന്നേക്കും. ഫെർമിൻ ഇപ്പോഴും ഹോളിഡേയിലാണുള്ളത്. ഗോൾ കീപ്പർ ഇനാക്കി പെന, അതുപോലെ അസ്ട്രാലഗ, ഫുൾ ബാക്സ് ആയിട്ടുള്ള ഹെക്ടർ ഫോർട്ട്, ജെറാർഡ് മാർട്ടിന്, സെൻട്രൽ ബാക്സ് ആയിട്ടുള്ള സെർജി ഡൊമിംഗസ്, മിക്കാഫായെ, മിഡ്ഫീൽഡർ ആയിട്ടുള്ള മാർക്ക് ബെർണൽ, ഫോർവേഡ് ആയിട്ടുള്ള ഫെറാൻ ടോറസ് ഇവരൊക്കെ ബെഞ്ചിലിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ ലെങ്ലെറ്റിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഡിപ്പാർച്ചർ ഉറപ്പാണ്. ദെൻ വിക്ടർ റോക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നേ. അദ്ദേഹത്തെ ലോണിൽ വിടാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുകയാണ്. സോ വിക്ടർ റോക്കും ഇന്ന് കളിക്കില്ല, അദ്ദേഹത്തെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതാണ് ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടിവോ തരുന്ന വിവരം. അപ്പോൾ ആരൊക്കെ ആദ്യ 11-ൽ ഉണ്ടാകും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് ടെർ സ്റ്റെഗൻ, ഡിഫൻസിൽ കുബാർസി, എറിക് ഗാർഷ്യ, പിന്നെ ബാൽഡെ, കൂണ്ടെ എന്നിവർ. മധ്യനിരയിൽ കസാഡോ, ക്രിസ്ത്യൻസൻ, ഗുണ്ടോഗൻ എന്നിവർ. മുന്നേറ്റം നയിക്കാൻ റഫീഞ്ഞ, ലെവൻഡോസ്കി, ലാമിൻ യമാൽ എന്നിവർ. അപ്പം റഫീഞ്ഞയെ ഇടതുപാർശ്വത്തിൽ കളിപ്പിക്കാനാണ് ഹൻസി ഫ്ലിക്ക് കൂടുതൽ ആഗ്രഹിക്കുന്നതെന്നും ഉദ്ദേശിക്കുന്നതെന്നും എന്നൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടു. അപ്പോൾ ആ രൂപത്തിലായിരിക്കും ഒരു പക്ഷേ ടീം ഇറങ്ങാൻ പോകുന്നത്. ഇങ്ങനെയുള്ളൊരു 11-ആണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഹൻസി ഫ്ലിക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ താരങ്ങളുടെ അവൈലബിലിറ്റിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ കാര്യങ്ങൾ അത്ര സുഖകരമല്ല, ബുദ്ധിമുട്ടാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ സൈൻ ചെയ്തതും ഈ ജോലി ഏറ്റെടുത്തതും. അതുകൊണ്ട് ഞാൻ ഒന്നിനും പരാതി പറയാൻ പോകുന്നില്ല, ഞാൻ ഉള്ളതിൽ സംതൃപ്തനാണ്, ഈ സ്ക്വാഡ് വെച്ച് മികച്ച പ്രകടനം നടത്തും എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ആരാധകരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാത്തിരിക്കുകയാണ് ബാഴ്സ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുന്നത് കാണാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.